Next topic is calculation of cash price. How to calculate cash price in the case of hire purchase. So there are mainly two methods for calculating cash price. One is working back method and another is annuity table method. Let's see the working back method. Under this method, the interest included in the last installment is to be calculated first. For example, if in a hire purchase transaction, apart from down payment, 4 installments are payable. The interest is calculated first on the 4th installment, then on the 3rd, and then on the 2nd, and lastly on the 1st. There is no interest on down payment. We can see that the amount of interest will go on increasing from 4th to 3rd, 3rd to 2nd, and from 2nd to 1st installment. So this is the following are the steps to find out the cash price. Under working back method, അത് നമ്മൾ 4th ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കാണും. ഇപ്പം 4 ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യനിലെങ്കിൽ ആദ്യം 4th ഇൻസ്റ്റാൾമെൻറ്റിലെ ഇൻട്രസ്റ്റ് കാണും, പിന്നെ 3rd, പിന്നെ 2nd, എന്നിട്ട് ക്യാഷ് പ്രൈസ് കണ്ടെത്തും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഇൻവോൾവ് ആർ: ഫസ്റ്റ് വൺ, calculate the interest included in the last installment by applying the following formula. Interest equal to balance due at the time of installment into rate by 100 plus rate. Okay. Deduct the interest from this installment to get the balance due in the beginning. അപ്പോൾ നമ്മൾ ആദ്യം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ടിൻ്റെ മേലെ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ബാലൻസ് ഡ്യൂ അറ്റ് ദി ടൈം ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. നമുക്ക് ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബാലൻസ് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പം ആ വർഷത്തെ ക്യാഷ് പ്രൈസ് കിട്ടും. പിന്നെ വീണ്ടും അതിൻ്റെ തൊട്ട് മുമ്പത്തേലേക്ക് വരാം. ഡിഡക്റ്റ് ദി ഇൻട്രസ്റ്റ് ഫ്രം ദിസ് ഇൻസ്റ്റാൾമെൻറ്റ് ടു ഗെറ്റ് ദി ബാലൻസ് ഡ്യൂ ഇൻ ദ ബിഗിനിങ്, അതായത് ക്യാഷ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. After that, add the cash price as calculated under 2 to the amount of 3rd installment. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ റിവേഴ്സ് വർക്കിംഗ് ആണ്. ആദ്യം 4th കഴിഞ്ഞു, മൂന്നാമത്തെ ഇയറിലേക്ക് വരുമ്പം അവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ക്യാഷ് പ്രൈസ് അവിടെ ആഡ് ചെയ്യുക, അവിടുത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ വർക്ക് ചെയ്യുക. അപ്പോൾ ആ വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നത് ഡിഡക്റ്റ് ചെയ്യുക. ആ രീതിയിൽ വർക്കൗട്ട് ചെയ്താണ് നമ്മൾ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടത്. യു ക്യാൻ see it clearly from this problem. Okay, now next topic is default and repossession. It is also an important topic from this hire purchase chapter. But default and repossession, let's see what is default and repossession. Under hire purchase system, if the hire purchaser fails to pay any of the installments, the hire vendor has the right to recover or take the goods without any compensation. This act of taking back the possession of the goods by the hire vendor is called repossession. Okay? അപ്പം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഹയർ പർച്ചേസർ ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ്സ് അടയ്ക്കാൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹയർ വെൻഡർക്ക് വേണമെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ടുള്ള ആ ഗുഡ് തിരിച്ചെടുക്കാം. കാരണം ഓണർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പൊസഷൻ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ആക്ടിനെയാണ് നമ്മൾ റീപൊസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ആക്ട് ഓഫ് ടേക്കിംഗ് ബാക്ക് ദി പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ബൈ ദി ഹയർ വെൻഡർ ഇസ് കോൾഡ് റീപൊസഷൻ. Repossessed assets are ultimately sold to other customers after repairing or reconditioning. In order to deal with repossession, the hire vendor operates an account called goods repossessed account. Okay. അപ്പം റീപൊസഷൻ്റെ കേസ് വരുമ്പോൾ ഹയർ വെൻഡർ ഒരു പുതിയൊരു അക്കൗണ്ടും കൂടി, ഇതുവരെ ഹയർ വെൻഡർ ആകെ ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തെങ്കിലും റീപൊസഷൻ നടക്കുകയാണെങ്കിൽ ഹയർ വെൻഡർ വിൽ ഓപ്പൺ അനദർ അക്കൗണ്ട് കോൾഡ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. Hire vendor may take back complete goods or part of the goods. Thus, the repossession may be either complete or partial. അപ്പോൾ കംപ്ലീറ്റ് റീപൊസഷനും ഉണ്ടാകാം, പാർഷ്യൽ റീപൊസഷനും ഉണ്ടാകാം. അപ്പം ഹയർ വെൻഡർ ചിലപ്പം കംപ്ലീറ്റ്ലി ആ ഗുഡ് ടേക്ക് ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ പാർഷ്യലി ടേക്ക് ബാക്ക് ചെയ്യും. അപ്പോൾ ആ രണ്ട് കേസിലും എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് കേസ് ഇസ് കംപ്ലീറ്റ് റീപൊസഷൻ. In the case of complete or full repossession, the hire vendor takes back all the goods sold. അപ്പോൾ കംപ്ലീറ്റ് റീപൊസഷൻ ആ പേര് പറയുന്ന പോലെ തന്നെ കൊടുത്ത ഗുഡ്സ് എല്ലാം ഹയർ വെൻഡർ തിരിച്ചെടുക്കുന്നു.
The hire purchaser closes the hire vendor's account by transferring the balance of hire vendor's account to the asset account. അപ്പോൾ ഹയർ പർച്ചേസർ ഒരു ഹയർ വെൻഡർ അക്കൗണ്ടും ഒരു അസറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിലെ ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് hire purchaser closes the hire vendor's account by transferring the balance of hire vendor's account to the asset account. അപ്പോൾ ഹയർ വെൻഡറിൽ ഇനിയും ബാക്കിയുള്ള ബാലൻസ് ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് അസറ്റിലേക്ക് ആക്കിയിട്ട് ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ദി അസറ്റ് അക്കൗണ്ട് ഓൾസോ ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ടു ദ P&L അക്കൗണ്ട്. അപ്പം ഹയർ പർച്ചേസറിൻ്റെ കയ്യിൽ 2 അക്കൗണ്ടുകളാണ് അയാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി, ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടും അസറ്റ് അക്കൗണ്ടും. അപ്പം ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ അസറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് P&L അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഹയർ വെൻഡറിൻ്റെ കയ്യിൽ ആകെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് കംപ്ലീറ്റ് റീപൊസഷനിൽ നടക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കാം. ഓക്കെ, entries in the books of hire purchaser. The hire purchaser keeps 2 accounts, asset account and hire vendor's account. At the time of complete repossession, both the accounts are to be closed. അപ്പോൾ കംപ്ലീറ്റ് റീപൊസഷൻ്റെ സമയത്ത് 2 അക്കൗണ്ടുകൾ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ്. അപ്പം ഡീഫോൾട്ട് നടക്കുന്നത് ഒരു സ്റ്റേജ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റിലായിരിക്കും. അപ്പോൾ ആ ഇൻസ്റ്റാൾമെൻറ്റ് അത്രയും വരെയുള്ളത് നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഹയർ പർച്ചേസറിൻ്റെയും വെൻഡറിൻ്റെയും ബുക്കിൽ ജേർണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും ഒക്കെ പറഞ്ഞത്, അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടക്കും. അതായത് മെഷീനറി പർച്ചേസ് ചെയ്യുന്നു, പിന്നെ ഇൻട്രസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്നു. അതൊക്കെ യൂഷ്വലി ഈ ഡീഫോൾട്ട് നടക്കുന്നത് വരെയുള്ള എല്ലാ ഇയറിലും സംഭവിക്കും. ഡീഫോൾട്ട് നടക്കുന്ന ഇയറിലാണ് ഈ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് റീപൊസഷൻ്റെ സമയത്ത് ഫോർ ക്ലോസിംഗ് ഓഫ് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്, അപ്പം ഹയർ വെൻഡർ ഗുഡ് തിരിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. നമ്മൾ ക്ലോസ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റാ ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ ക്ലോസ് ചെയ്യേണ്ടത്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റാർ ടു അസറ്റ് അക്കൗണ്ട് വിത്ത് ദി ബാലൻസ്, എത്രയാണോ ബാലൻസ് ആ അക്കൗണ്ടിലുള്ളത്, കാരണം കംപ്ലീറ്റ് റീപൊസിഷനാണ്. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റാർ ടു അസറ്റ്. പിന്നെ അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റാർ ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ, കാരണം അസറ്റിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് യൂഷ്വലി ലോസ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മളത് P&Lലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റാർ ടു അസറ്റ് അക്കൗണ്ട്. Generally, an asset is repossessed at a loss to the hire purchaser. In case of profit, the above entry will be reversed. ഇപ്പം ഇൻ കേസ് നമുക്ക് അസറ്റ് പോയപ്പം ലാഭമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ എൻട്രി നേരെ തിരിച്ചെഴുതും. അസറ്റ് അക്കൗണ്ട് ഡെറ്റാർ ടു P&L എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അതാണ് ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ വരുന്ന 2 എൻട്രി. ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, അതുപോലെ അസറ്റ് അക്കൗണ്ട് P&Lലേക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ വെൻഡറാണ്. ഓക്കെ, ഹയർ വെൻഡറിൻ്റെ ബുക്കിലുള്ള ജേർണൽ എൻട്രീസ് ആണ് വരുന്നത്. നോക്കാം. ഹയർ വെൻഡർ മെയിൻലി ഒരു അക്കൗണ്ട് മാത്രം, ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് മാത്രമായിരുന്നു കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീപൊസഷൻ്റെ സമയത്ത് ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് ഗുഡ്സ് റീപൊസസ്ഡ് എന്ന് പറഞ്ഞൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി ഇതാണ്. ഓൺ റീപൊസഷൻ ഓഫ് ഗുഡ്സ് എൻട്രി ഇതാണ്. ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റാർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റാർ ടു ഹയർ പർച്ചേസർ. ഹയർ വെൻഡറിൻ്റെ ബുക്കിൽ ഗുഡ്സ് റീപൊസസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഗുഡ്സിനെ നമ്മൾ ഗുഡ്സ് റീപൊസസ്ഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. സോ ദ ജേർണൽ എൻട്രി ഈസ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റാർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്, ഇനി നമുക്ക് ഹയർ പർച്ചേസറുമായിട്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ടുമായിട്ട് ബന്ധമില്ല. ഇനിയുള്ളത് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് ഇനിയുള്ള ട്രാൻസാക്ഷൻസ് നടക്കേണ്ടത്. അപ്പോൾ ഇനി ആ റീപൊസസ് ചെയ്ത ഗുഡിന് എന്തെങ്കിലും റിപ്പയർസോ പിന്നെ റീകണ്ടീഷനിങ്ങോ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ചിലവാകും ഹയർ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് നമ്മൾ ആ അക്കൗണ്ടിൽ കാണിക്കുക. ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റാർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ,
പിന്നെ അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് റീപ്രൊസസ്ഡ്, ഈ എടുത്ത ഈ ഗുഡ് ഏതെങ്കിലും വിൽക്കുകയാണെങ്കിൽ ദ എൻട്രി വിൽ ഗെറ്റ് ദ amount. സോ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് അറ്റാർ ടു ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്. ഓക്കെ. പിന്നെ അങ്ങനെ സെയിൽ നടന്നു കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ P&L അക്കൗണ്ട് അറ്റാർ ടു ഗുഡ്സ് റീപ്രൊസസ്ഡ്. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ ഗുഡ്സ് റീപ്രൊസസ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇത്രയും എൻട്രീസ് ആണ് വരുന്നത്. ഇതിലേതെങ്കിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് റിപ്പയർസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോ നീഡ് ടു പാസ് ദീസ് എൻട്രി, അല്ലെങ്കിൽ സെയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് റീപ്രൊസസ്ഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് അറ്റാർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ഹയർ വെൻഡർ. പിന്നെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ഈ ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ടിലാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ് ഇത്രയും. സോ ദീസ് ആർ ദ എൻട്രീസ് ഇൻ ദി കേസ് ഓഫ് കംപ്ലീറ്റ് റീപൊസഷൻ. നമ്മൾ കംപ്ലീറ്റ്ലി ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ജേർണൽ എൻട്രി വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പാർഷ്യൽ റീപൊസഷൻ ആണ്. ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഗുഡ് തിരിച്ചെടുക്കുന്നുണ്ടാവില്ല, പാർട്ട്ലി ആയിരിക്കും എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ജേർണൽ എൻട്രീസ് ഓൾമോസ്റ്റ് സെയിം തന്നെ, പക്ഷെ അതിനകത്ത് അമൗണ്ടിൻ്റെ മാത്രം കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഇൻ കേസ് ഓഫ് പാർഷ്യൽ റീപൊസഷൻ, ദി ഹയർ വെൻഡർ does not repossess all the goods sold but leaves a part of the goods with the higher purchaser. As a part of the asset is still with the higher purchaser, neither party closes the account of the other in respective books. ഓക്കെ. അപ്പം ഇവിടെ പാർഷ്യൽ റീപൊസഷനിൽ പാർട്ട് ഓഫ് ദി ഗുഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ പർച്ചേസറിൻ്റെ കയ്യിലും ഹയർ വെൻഡറിൻ്റെ കയ്യിലും ഫുള്ളി നമുക്ക് ബുക്സ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സോ അസറ്റ്സ് ആർ റീപൊസസ്ഡ് അറ്റ് എ മ്യൂച്വലി അഗ്രീഡ് വാല്യൂ. ഹയർ വെൻഡറും ഹയർ പർച്ചേസും തമ്മിൽ മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുള്ള ഒരു വാല്യൂവിലാണ് അസറ്റ് റീപൊസസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് പാർഷ്യൽ റീപൊസഷൻ, ദ ഹയർ പർച്ചേസർ ഡെബിറ്റ്സ് ദി ഹയർ വെൻഡർ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ്സ് ദി അസറ്റ് അക്കൗണ്ട് വിത്ത് ദി വാല്യൂ ആസ് അഗ്രീഡ് അപ്പോൺ റീപൊസഷൻ. ഒരു അഗ്രീഡ് വാല്യൂ പറയും. ആ അഗ്രീഡ് വാല്യൂ റീപൊസഷൻ എത്ര വാല്യൂവിലാണ് കൊടുക്കേണ്ടത് എന്ന് ഓൾറെഡി അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും. ആ വാല്യൂവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. Similarly, the higher vendor debits the goods repossessed account and credits the higher purchaser account with the same amount. If the repossessed value is less than the book value of the asset, the difference is debited to profit and loss account as loss on repossession. അപ്പോൾ നമ്മൾ റീപൊസസ് ചെയ്യുമ്പോൾ അത് ബുക്ക് വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ അവിടെ ലോസ് ആണ് നടക്കുന്നത് റീപൊസഷൻ്റെ സമയത്ത്. അപ്പോൾ അത് നമ്മൾ ലോസ് ഓൺ റീപൊസഷൻ എന്ന് പറഞ്ഞിട്ട് P&L കാണിക്കണം. The asset account will leave a balance after repossession equal to the depreciated value of the asset lying with the higher purchaser. The higher vendor account will leave a balance representing the money due to him in respect of the goods not repossessed. In the absence of the agreed value, the depreciated value as on date of repossession may be taken as agreed value. ഓക്കെ. അപ്പം ക്വസ്റ്റ്യനിൽ ഇപ്പോൾ അഗ്രീഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിപ്രീസിയേറ്റഡ് വാല്യൂ, ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഗുഡിന് കിട്ടുന്ന വാല്യൂ ഉണ്ട്. അപ്പോൾ 2 വർഷം ഉണ്ടെങ്കിൽ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ ആ അസറ്റിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് നമ്മൾ അഗ്രീഡ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ജേർണൽ എൻട്രീസ് വരുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഫോർ ഗുഡ്സ് ടേക്കൺ അവേ, ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ ഹയർ വെൻഡർ അക്കൗണ്ട് അറ്റാർ ടു അസറ്റ് അക്കൗണ്ട് വിത്ത് ദി അഗ്രീഡ് വാല്യൂ. പിന്നെ ലോസ് ഓൺ റീപൊസഷൻ ആണെങ്കിൽ P&L ടു അസറ്റ്. ലോസ് ഓൺ റീപൊസഷൻ വരുന്നത് എന്താണ്, ബുക്ക് വാല്യൂ അഗ്രീഡ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാവുമ്പോഴാണ് ലോസ് ഓൺ റീപൊസഷൻ വരുന്നത്. പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ എൻട്രി നേരെ തിരിച്ചെഴുതാം. പിന്നെ ഹയർ വെൻഡറിൻ്റെ ബുക്കിലും ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് അറ്റാർ ടു ഹയർ പർച്ചേസർ എത്രയാണോ അഗ്രീഡ് വാല്യൂ. ഈ വാല്യൂവിൽ മാത്രമേ ഉള്ളൂ ഈ പാർഷ്യൽ റീപൊസഷൻ്റെ സമയത്തൊരു ചേഞ്ച് വരുന്നത്. ഓക്കെ. So this is all about default and repossession and its journal entries. And now last topic is installment payment system. What is installment payment? Installment system is a system of sale in which the price of the article is paid in installments along with interest on unpaid balance. നമ്മളിപ്പോൾ ഹയർ പർച്ചേസ് പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവണ വ്യവസ്ഥിതിയിൽ ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്.
പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബയർ ഗെറ്റ്സ് ബോത്ത് ദി പൊസിഷൻ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് സൈനിങ് ദ അഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസിൽ നമുക്ക് ഓണർഷിപ്പ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ ഓണർഷിപ്പും പൊസിഷനും രണ്ടും ആദ്യമേ തന്നെ ബയറുടെ അടുത്തേക്ക് വരും. And it is like a credit sale. He can only sue the buyer for the amount. Installment system is also called deferred payment system. അങ്ങനെയും പറയും. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് the difference between hire purchase and installment purchase. Hire purchase it's an agreement of hiring, and installment it's an agreement of sale. Under hire purchase, buyer get only possession of goods, but under installment system, buyer get both possession and ownership immediately. പിന്നെ ഹയർ പർച്ചേസിൽ ഇപ്പോൾ ഇഫ് ബയർ ഫെയിൽസ് ടു പേ എനി ഇൻസ്റ്റാൾമെൻറ്റ് ദ സെല്ലർ ക്യാൻ റീപൊസസ് ദ ഗുഡ്സ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഹയർ പർച്ചേസിൽ. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബയർ പേയ്മെൻറ്റിന് വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ സെല്ലർ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഗുഡ്സ്, റീപൊസസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ദേ ക്യാൻ ഓൺലി സ്യൂ ദ ബയർ. ഇപ്പോൾ ഏതെങ്കിലും തവണ അവരടച്ചിട്ടില്ലെങ്കിൽ ബയറിനെ സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ ഗുഡ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഇല്ല. Okay, so these are the differences between hire purchase and installment purchase. So this is all about hire purchase and installment system, repossession of the goods, and calculation of cash price. Calculation of cash price we just work back. ഏറ്റവും ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുക, എന്നിട്ട് അവിടുത്തെ ബാലൻസ് ഡ്യൂവും വെച്ചിട്ട് റിവേഴ്സ് ചെയ്യുക. ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തിരിച്ചു വരിക. ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ആ രീതിയിൽ പോവുക. അങ്ങനെയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഡിഫോൾട്ടും റീപൊസഷനുമാണ്. ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, പേയ്മെൻറ്റ് അടയ്ക്കാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഹയർ വെൻഡർക്ക് ഗുഡ്സ് തിരിച്ചെടുക്കാം. അങ്ങനെ വരുമ്പോഴുള്ള കേസാണ് പറയുന്നത്. കംപ്ലീറ്റ് റീപൊസഷനും ഉണ്ട്, പാർഷ്യൽ റീപൊസഷനും ഉണ്ട്. കംപ്ലീറ്റ് റീപൊസഷൻ്റെ സമയത്ത് ഹയർ പർച്ചേസറിൻ്റെ ജേണൽ എൻട്രീസ്, ഓൾസോ ഹയർ വെൻഡറിൻ്റെ ജേണൽ എൻട്രീസ്. പിന്നെ പാർഷ്യൽ റീപൊസഷനിൽ അഗ്രീഡ് വാല്യൂവിലായിരിക്കണം എൻട്രീസ് ചെയ്യേണ്ടത്. ആൻഡ് പിന്നെ വരുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, so hope you are clear with hire purchase, default, repossession and installment payment system. Thank you.